പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗ ദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യശ്രോതാക്കളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഒരു സത്യവിശ്വാസിക്ക് അള്ളാഹു നൽകുന്ന മഹത്വത്തെ സംബന്ധിച്ച് ഏതാനും ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ നമ്മെ ഇങ്ങനെ ഉത്ബോധിപ്പിക്കുന്നു: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഉവൈസ് ഇബ്നുൽ മഹാരിക് എന്ന സഹാബി ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു: നബിയെ, ഞാൻ വാർദ്ധക്യം പ്രാപിച്ചിരിക്കുന്നു, എൻ്റെ എല്ലുകൾ ശോഷിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അല്ലിമനി മാ യൻഫഉ ലില്ലാഹി അസ്സ വജല്ല ബിഹി, ദീനിൽ ഉപകാരപ്രദമായ വല്ല നന്മയും താങ്കൾ എനിക്ക് പഠിപ്പിച്ചു തരുമോ നബിയെ? അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു: ഉവൈസ, താങ്കൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന വഴികളിലെല്ലാമുള്ള സർവ്വ മരങ്ങളും സർവ്വ കല്ലുകളും താങ്കളുടെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. സ്വന്തത്തെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച നന്മയുടെ പ്രചാരകന്മാരായ സർവ്വ സത്യവിശ്വാസികളെയും ഉദ്ദേശിച്ചാണ് അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. മറ്റൊരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു: ഭൂവന വാന ജീവജാലങ്ങളെല്ലാം തന്നെ, അഥവാ ആകാശത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന പറവകളും ഭൂമിക്കടിയിൽ മാളങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ഈ ജന്തുക്കളും ഉറുമ്പുകളും മറ്റ് ജീവജാലങ്ങളും, സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നീന്തിക്കൊണ്ടിരിക്കുന്ന തിമിംഗലങ്ങളും മറ്റ് മത്സ്യങ്ങളും, കാടുകളിൽ ജീവിക്കുന്ന വന്യമൃഗങ്ങളും മറ്റ് ജീവജാലങ്ങളെല്ലാം തന്നെ ഒരു സത്യവിശ്വാസിയുടെ പാപമോചനത്തിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു. എത്ര മഹത്തരമേറിയതാണ് ഒരു സത്യവിശ്വാസി അല്ലാഹു നൽകുന്ന മഹത്വം. എന്തിനേറെ അവൻ വിരിപ്പിൽ കിടന്നുറങ്ങുമ്പോൾ പോലും നന്മയുടെ മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഒരു സത്യവിശ്വാസി മരണപ്പെട്ടാൽ അവൻ പള്ളിയിലേക്ക് വേണ്ടി നടന്ന പാതകളും അവൻ സുജൂദ് ചെയ്ത സ്ഥലങ്ങളുമെല്ലാം തന്നെ ആ സത്യവിശ്വാസിക്ക് വേണ്ടി 40 ദിവസത്തോളം കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമെന്ന് ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്ത അള്ളാഹുവിന്റെ റസൂൽ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് സ്വന്തത്തെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച നന്മയുടെ പ്രചാരകന്മാരായ യഥാർത്ഥ സത്യവിശ്വാസികൾ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സബ്ബിത് അഖ്ദാമനാ ഇലാ ദീനിക് യാ റബ്ബൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.